ഇന്നത്തെ കോക്ടെയിൽ ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് KPCC എടുത്തു കഴിഞ്ഞു. അതിൽ ഏറ്റവും ലാഭകരമല്ലെന്ന് കണ്ടെത്തിയത് പ്രസിഡന്റ് സുധീരൻ്റെ സംഭാവനകളായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ലാഭകരമല്ലാത്ത സുധീരൻ്റെ KPCC പ്രസിഡന്റ് പദം പൂട്ടിക്കെട്ടണമെന്നാണ് കോൺഗ്രസിൻ്റെ മാനേജ്മെൻറ്റ് വിദഗ്ധരുടെ തീരുമാനം. എന്നാൽ തൻ്റെ പ്രസിഡന്റ് പദത്തിന് പൂട്ടുവീഴുമെന്ന് മുൻകൂട്ടി കണ്ട സുധീരൻ ജി അങ്ങ് ഹൈക്കമാൻഡിൽ ചെന്ന് അതിന് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ അത് സംബന്ധിച്ച് പറയാനുള്ളതൊക്കെ ഡൽഹി പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും ഇപ്പമില്ല. അല്ല, പുനഃസംഘടനയല്ല. അതായത് നമ്മൾ KPCC നിർവാഹക സമിതി യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടത്ര ഫലപ്രദമായി പ്രവർത്തിക്കാത്ത ഘടകങ്ങളെ സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. അപ്പോൾ അത് എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 4 മേഖല കമ്മീഷൻ ഫാക്ട് ഫൈൻഡിങ് ടീമിന് രൂപം കൊടുത്തിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം അവരുടെ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് എവിടെയാണോ ഫലപ്രദമായി പ്രവർത്തിക്കാതെ പോയത്, എവിടെയാണോ പോരായ്മകൾ വന്നത്, അത് കണ്ടെത്തി അതാത് തലങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തുക എന്നുള്ളതാണ് KPCC നിർവാഹക സമിതിയുടെ നിർദ്ദേശം. അവിടെ പൊതുവായി ഉയർന്നു വന്ന അഭിപ്രായം അതാണ്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. എല്ലാവരുമായും ആലോചിച്ച് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകളെ കണ്ടെത്തി ആ തരത്തിലുള്ള സമിതികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ട് പോകും. അഴിമതിയിൽ വെപ്പും കുടിയും കുളിയും നടത്തി വന്ന സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ മന്ത്രിസഭ. പക്ഷേ തോറ്റതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മന്ത്രിസഭയിൽ ഇല്ലാതിരുന്ന സുധീരൻ ജി കാണത്രേ. ഇതെവിടത്തെ ന്യായം എന്നാണ് ഗ്രൂപ്പുകാരുടെ ചോദ്യം. അല്ല, ഇതുവരെ അങ്ങനെ ഒരു പ്രപ്പോസൽ ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും എല്ലാ വശങ്ങളും പരിശോധിച്ച് എവിടെയാണോ പോരായ്മകൾ അത് പരിഹരിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കി ഏതെല്ലാം തലങ്ങളിൽ വേണം ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകും. പുനഃക്രമീകരണം നടത്തുക. KPCC നിർവാഹക സമിതി യോഗത്തിൽ ഉയർന്നു വന്നത് സംഘടനാ തലത്തിൽ ആവശ്യമായ തലങ്ങളിൽ പുനഃക്രമീകരണം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുമായി മുന്നോട്ട് പോകും. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് അതിനൊരു ഈ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. കള്ളുവകുപ്പിൻ്റെ കമ്മീഷണറായി ഋഷിരാജ് സിംഗ് ചുമതലയേറ്റു. ഇനി കള്ളക്കള്ളു കച്ചവടക്കാരുടെ നേർക്ക് സിംഗം ചാടി വീഴുമത്രേ. ഋഷിരാജ് സിംഗത്തിൻ്റെ സ്ഥാനമേറ്റെടുക്കൽ വിശേഷം കാണാം. ഇത് പണ്ട് 8 വർഷം മുമ്പ് 2008 ഞാൻ ഒരു 6 മാസമായിട്ട് ഈ വാട്ട് ചാരായമിൻ്റെ ശല്യം കൂടുതലായിരുന്നു. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറായിട്ട് എന്നെ സർക്കാർ എന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചില അനുഭവങ്ങളും എനിക്ക് ചില അറിവുകൾ എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനുകൾ സ്പിരിറ്റ് കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് കടത്തി വന്നു. വാട്ട് അരക്കിൻ്റെ ഈ ആദിവാസി മേഖലകളിലും പിന്നെ മലയോര പ്രദേശങ്ങളിലും വാട്ടുണ്ടാവുന്നതിന് അതിനെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫോർമേഷനുണ്ട്. എല്ലാ ജില്ലകളിൽ ഞാൻ എൻ്റെ യാത്ര ഇപ്പോൾ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം നേരിട്ട് പോയി ഔട്ട് പോസ്റ്റ് ആയാലും ചെക്ക് പോസ്റ്റ് ആയാലും ഈ നമ്മുടെ ഏതൊരു പരാതി ഉണ്ടെങ്കിൽ ബാറുകളായാലും ഇല്ലെങ്കിൽ നമ്മുടെ ആ ടോഡി ഷോപ്പുകളായാലും എല്ലാം നമ്മൾ നേരിട്ട് പോയി നോക്കാനുള്ള ഒരു താല്പര്യം എനിക്കുമുണ്ട്. അത് ഞാൻ പോയി നോക്കിക്കൊള്ളാം. അപ്പോൾ യാത്ര കൂടുതലായ സ്ഥിതിക്ക് എല്ലാ ജില്ലകളിലും ഞാൻ പ്രത്യേകം വന്നിട്ട് ഒരു ദിവസം നേരത്തെ അറിയിച്ചിട്ട് ഒരു സ്കൂളോ ഇല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് റെസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ ഞാൻ അവിടെ വന്ന് ഇരിക്കുക. നേരത്തെ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് നിങ്ങളെന്നെ കണ്ടതാണ്. അവിടെ വന്ന് ഒരു 3-4 മണിക്കൂർ അവിടെ ഇരിക്കുക. ആർക്കും എന്തും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ വന്ന കാര്യങ്ങൾ എനിക്ക് നേരിട്ട് പറയാം. അതോ 2 മാസത്തിൽ ഞാൻ എല്ലാ 14 ജില്ല ആ രീതിയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നു. ചില കേസുകളിൽ ചിലപ്പോൾ ഈ ക്ലബിൽ ഒരു കോളേജിലും തന്നെ കോളേജിൽ പിള്ളേർ ജയവരായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു നടപടി എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി. അത് ഞങ്ങൾ നമ്മൾ എടുത്തിരിക്കും. ആ പ്രദേശങ്ങളിൽ ആ കോളേജുകളും പിന്നെ സ്കൂളുകളിലും മുമ്പിൽ ഒരു പരാതി പെട്ടി ഞാൻ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരാതി പെട്ടി ഒരു മാസത്തിൽ എൻ്റെ
ഞാൻ തന്നെ മാത്രം കാണുന്ന രീതിയിൽ ഒരു ഏർപ്പാട് ചെയ്തിട്ട് ആ പരാതികൾ നേരിട്ട് ഞാൻ പരിശോധിച്ചിട്ട് നടപടിയെടുക്കാം ഞാൻ തീരുമാനിച്ചു. ആളുകൾ പരാതി എടുക്കുമ്പോൾ അവരുടെ പേരോ മേൽവിലാസമോ ടെലിഫോൺ നമ്പറോ ഒന്നും എഴുതണ്ട. എനിക്ക് ഇൻഫോർമേഷൻ മാത്രം എഴുതി തന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. സിനിമാ സ്റ്റൈൽ പോലീസിങ്ങിന് പേരുകേട്ട ഋഷിരാജ് സിംഗം കള്ളു കമ്മീഷണറാകുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ആക്ഷൻ ഹീറോ സിംഗമാവാൻ സിംഗിന് കഴിയട്ടെ. മോദിജി അങ്ങനെ വീണ്ടും അമേരിക്കയിലെത്തി. ഒബാമയെ കണ്ടിട്ടും മതി വരാതെ ഇത് 7ാം തവണയാണ് മോദിജി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇത്തവണ പല കോൺഫറൻസിലും പങ്കെടുത്തിട്ടുണ്ട്.